ഇക്ബാൽ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഈ യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കും ഒക്കെ പട്ടാമ്പിയിലെ റോഡ് ഇപ്പോൾ വലിയ കണ്ടന്റായി മാറിയിരിക്കുകയാണല്ലേ. ഞാൻ ഈ ട്രോൾ പട്ടാമ്പി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലെ പേജിൽ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടത് പട്ടാമ്പിയിലെ റോഡിൽ ഏറ്റവും വലിയ കുഴി കണ്ടെത്തിയാൽ കുഴിമന്തി വരെ സമ്മാനമായി കിട്ടുമെന്നാണ്. ഇതെന്താണ് അവസ്ഥ ഇക്ബാൽ? പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും എല്ലാം നിരവധി റോഡുകൾ നമ്മൾ ഇത്തരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ദുരിതം ഉള്ള ഒരു റോഡ് അത് ഈ പട്ടാമ്പി റോഡാണ്. കാരണം വർഷങ്ങളായി പട്ടാമ്പി ഈ റോഡിൽ ഇത്തരത്തിൽ വലിയ അപകട കുഴികൾ നിറഞ്ഞിട്ട് പക്ഷേ യാതൊരു രീതിയിലും ഈ അപകട കുഴികൾ നികത്താനോ ഈ റോഡ് ശരിയാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. നിലവിൽ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള ഈ റോഡ് റോഡിൻ്റെ ഈ ദുരവസ്ഥ മാറിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ടും ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാവാതെ വന്നതോടുകൂടിയാണ് പിന്നീട് ട്രോളന്മാർ തന്നെ ഈ വിഷയം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. പട്ടാമ്പിയിലെ തന്നെ ട്രോളന്മാർ അവർ ഡ്രോണുകളും അവരുടെ മൊബൈലുകളുമായി ഈ റോഡിലേക്ക് ഇറങ്ങി തങ്ങളുടെ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം അത് ജനങ്ങളിലേക്ക് എത്തണമെന്ന ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് എത്തുകയായിരുന്നു. നിരവധി ട്രോളുകൾ അവർ ചെയ്യുന്നു. അതിൽ തന്നെ രോഷ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രോൾ പട്ടാമ്പി ചെയ്തിട്ടുള്ള കുഴിമന്തി ചലഞ്ച്, അതായത് ഈ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള റോഡിലെ ഏറ്റവും മികച്ച കുഴി കണ്ടെത്തുന്ന ഒരു പ്രേക്ഷകന് ഒരു കുഴിമന്തി തന്നെ വാങ്ങി നൽകുമെന്ന രീതിയിലുള്ള മത്സരങ്ങൾ വരെ അവർ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടാമ്പി റോഡിലെ ദുരിതം മാറ്റാൻ വേണ്ടി ട്രോളന്മാർ ഉൾപ്പെടെ രംഗത്തേക്ക് എത്തുകയും ചെയ്തു. ആ ട്രോളുകൾക്ക് സ്ഥലം MLA മുഹമ്മദ് മുഹസിൻ ഉൾപ്പെടെ പ്രതികരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വീതി കൂട്ടി നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും KCB-യുമായി ബന്ധപ്പെട്ടുമെല്ലാം നിരവധി തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ പട്ടാമ്പി റോഡിലെ ദുരിതം മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ 5 കിലോമീറ്റർ, അതായത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. ഈ 5 കിലോമീറ്റർ യാത്ര നടത്തണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ വേണം എന്നുള്ളതാണ് നിലവിൽ പട്ടാമ്പിയിലെ അവസ്ഥ. മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും സമയം അധികം വേണ്ടി വരും എന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ റോഡ് നേരാക്കി കിട്ടുകയാണെങ്കിൽ, അത് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ 2 വർഷമായി ഈ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടും ഈ റോഡിലെ കുഴികൾ നികത്താൻ യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടക്കുന്നില്ല. എന്തെങ്കിലും വേസ്റ്റ് കൊടുത്തിട്ട്, സാധാരണ കോറി വേസ്റ്റ് എല്ലാം കൊടുത്തിട്ട് ഇത്തരത്തിൽ കുഴികൾ നികത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒറ്റ മഴയിൽ തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു. ഏതായാലും ആ ദുരിതം, തങ്ങളുടെ സ്വന്തം നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം അത് ജനങ്ങളും അധികാരികളും കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആ നാട്ടുകാർ തന്നെ ഇത്തരത്തിൽ ട്രോളുകളും മത്സരങ്ങളുമായി ആ പട്ടാമ്പി റോഡിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കുഴിമന്തി ചലഞ്ച് നടത്തി ഇനി ആ റോഡ് എത്രയും പെട്ടെന്ന് നടത്താനുള്ളൊരു ചലഞ്ച് കൂടിയും, അല്ലെങ്കിൽ ആ റോഡിലൂടെ എത്രയും പെട്ടെന്ന് സുഖകരമായിട്ടുള്ളൊരു യാത്ര നടത്താനുള്ളൊരു ചലഞ്ച് കൂടി അധികാരികൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ് പട്ടാമ്പിയിലെ നാട്ടുകാരുടെ ആവശ്യം. രോഷിനി, തീർച്ചയായും ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ കുഴിമന്തി കഴിക്കാനൊന്നും അല്ലല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് ഈ റോഡിലെ കുഴിയൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. അത് അധികാരികൾ കാണാൻ വേണ്ടി ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രോളന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. പട്ടാമ്പിയിലെ റോഡുകൾ ഒന്ന് സമൂഹ മാധ്യമങ്ങളിൽ തിരഞ്ഞാൽ തന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വിലസുന്ന ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, ഈ റോഡിലെ കുഴികളൊന്ന് വേഗം അടച്ചു കിട്ടിയാൽ മതി എന്നാണ് ആളുകൾ പറയുന്നത്.